തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാം. ക്രിസ്തുവിന് മുമ്പ് 59-ാം ആണ്ടിൽ നിർമ്മിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു ഇവിടെ ശ്രീവല്ലഭൻ, ആദി വിരാട പുരുഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ പേരിൽ നിന്നാണ് തിരുവല്ല എന്ന പേര് ഉണ്ടായത്. ഭക്തകവികളായ ആഴ്വന്മാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദേവാലയങ്ങളിൽ ഒന്നാണ് തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. പ്രാചീനകാലത്ത് തിരുവല്ല മല്ലികാവനം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. മണിമലയാറിന്റെ തീരത്തുള്ള അതിമനോഹരമായ ആ ഗ്രാമത്തിലെ ജനങ്ങൾ തികഞ്ഞ ഈശ്വരഭക്തരും ധർമ്മിഷ്ഠരുമായിരുന്നു. അവിടെ അന്ന് 3000-ത്തിലധികം ബ്രാഹ്മണ ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവയിലൊന്നായിരുന്നു ശങ്കരമംഗലത്ത് മന. അക്കാലത്ത് മല്ലികാവനം ഭരിച്ചിരുന്ന ദുഷ്ടനും ക്രൂരനുമായ തുകലൻ എന്ന അസുരനായിരുന്നു. തികഞ്ഞ ശിവഭക്തനായിരുന്ന തുകലൻ വിഷ്ണുഭക്തരെ പലതരത്തിലും ഉപദ്രവിച്ചു പോന്നു. ക്ഷേത്രത്തിനടുത്തുള്ള തുകലശ്ശേരി എന്ന സ്ഥലത്തിന് ആ പേര് വരാൻ കാരണവും അതുതന്നെയാണ്. തുകലന്റെ കൊട്ടാരമായിരുന്നു അയാളുടെ ക്രൂരതകളുടെ പര്യായം. കാരണം പല ബ്രാഹ്മണരും സ്ഥലം വിട്ടു പോകുകയും എന്നാൽ ശങ്കരമംഗലത്തെ മനക്കാർ അവിടെ തന്നെ തുടർന്നു. ഈ മനയിലെ കാരണവരായിരുന്ന നാരായണ ഭട്ടതിരിപ്പാടും പത്നി ശ്രീദേവി അന്തർജനം തികഞ്ഞ ഈശ്വരഭക്തരായിരുന്നു. മക്കളില്ലായിരുന്ന ഇരുവരും നാമജപത്തിൽ മുഴുകി സമയം നീക്കി. സന്താന ഭാഗ്യത്തിനായി ഇരുവരും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു. ദശമി നാളിൽ ഒരിക്കലുണ്ട്, ഏകാദശി നാളിൽ തുളസീതീർത്ഥം മാത്രം സേവിച്ച്, ദ്വാദശി നാളിൽ ബ്രഹ്മചാരികളെ ഊട്ടിയുമാണ് ഇരുവരും വ്രതം അനുഷ്ഠിച്ചത്. എന്നാൽ കടുത്ത നിഷ്ഠയോടുകൂടി വ്രതം അനുഷ്ഠിച്ചും അവർക്ക് സന്താനഭാഗ്യം ഉണ്ടായില്ല. കാലം പോകെ നാരായണ ഭട്ടതിരിപ്പാട് ഇഹലോകവാസം വെടിഞ്ഞു. ശ്രീദേവി അന്തർജൻ അതോടെ ഒറ്റയ്ക്കായി. അവരെ എല്ലാവരും ശങ്കരോത്തമ, അതായത് ശങ്കരമംഗലത്തമ്മ എന്ന് വിളിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ശങ്കരമംഗലത്ത് ഇല്ലത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിലെത്തുകയും അവിടെ തുകലശ്ശേരിയിൽ പോയി തുകലന അസുരനെ സുദർശന ചക്രം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് മണിമലയാറ്റിൽ കുളിച്ച് ചക്രം കഴുകുകയും ചെയ്തു. ഭഗവാൻ ചക്രം കഴുകിയ കടവ് അന്ന് മുതൽ ചക്രശാളന കടവ് എന്നറിയപ്പെടാൻ തുടങ്ങി. തുടർന്ന് തുകലൻ പൂജിച്ചിരുന്ന ശിവലിംഗം അടുത്തുള്ള കുന്നിൻ ക്ഷേത്രത്തിൽ പണിഞ്ഞ് പ്രതിഷ്ഠിച്ചു. ഇതാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. തിരിച്ച് ശങ്കരമംഗലത്തെത്തിയ ഭഗവാനെ കണ്ട് ചക്രോത്തമ്മ ഭക്തി ആശ്രുക്കളുടെ കാൽക്കൽ വീണു നമസ്കരിച്ചു. തുടർന്ന് വിഭവസമർത്ഥമായ ഒരു സദ്യനെ അവർ തൻ്റെ ഇഷ്ടദേവന് നൽകി. വാളയിലയിൽ വിളമ്പിയ സദ്യയിൽ പടറ്റിപ്പഴവും അമ്പളവും ഉണ്ടായിരുന്നു. ഇന്നും തിരുവല്ല ക്ഷേത്രത്തിൽ പാള നമസ്കാരവും പടറ്റിപ്പഴവും അമ്പള നിവേദ്യവും ഉണ്ട്. AD 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് വൈഷ്ണവ ഭക്ത കവികളായിരുന്ന ആഴ്വന്മാരിൽ പ്രധാനപ്പെട്ട രണ്ടുപേരായിരുന്നു നാമഴാഴരും തിരുമങ്കൈയാഴരും. ശ്രീ വല്ലഭസ്വാമിയെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രീ വല്ലഭ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുള്ളത് ഉണ്ണിനീലി സന്ദേശത്തിലാണ്. AD 13-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ ഉണ്ണിനീല സന്ദേശത്തിൽ ക്ഷേത്രത്തെ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ എഴുതിയ ശ്രീ വല്ലഭ ക്ഷേത്ര മഹാത്മ്യം, ശ്രീ വല്ലഭ ചരിത്രകാവ്യം, ശ്രീ വല്ലഭ സുപ്രഭാതം, ശ്രീ വല്ലഭ കർണാമൃതം തുടങ്ങിയ ഇത്തരത്തിലുള്ള മറ്റ് കൃതികൾ ഇതിനെ ഗദ്യരൂപത്തിൽ സൂചിപ്പിക്കുന്നു. കരിങ്കല്ലിൽ തീർത്ത അതിഭീകരമായ ഒരു വട്ട ശ്രീകോവിൽ ഇവിടെയുള്ളത്. 160 അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ. ക്ഷേത്രത്തിന് ചുറ്റും ഉപദേവതമാരുടെ പ്രതിഷ്ഠകളുണ്ട്. ഗണപതി, അയ്യപ്പൻ, ദക്ഷിണമൂർത്തി, വരാഹമൂർത്തി, ശ്രീ വിക്ഷസേനൻ, ഗരുഡൻ, അജയയക്ഷി, മായയക്ഷി, നാഗദൈവങ്ങൾ, ധ്രുവസാവു, വേദവ്യാസൻ, കുരയപ്പൻ തുടങ്ങിയ ഉപദേവതമാരുടെ പ്രതിഷ്ഠകൾ കാണാൻ കഴിയും. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം നിർമ്മാല്യ ദർശനമാണ്. തുടർന്ന് അഭിഷേകവും മലർനിവേദ്യവും നടക്കുന്നു. 5 മണിക്ക് ഉഷപൂജയും തുടർന്ന് ഉച്ചശിവേലിയും 8 മണിക്ക് പന്തീരടി പൂജയും നടത്തുന്നു.